ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മണിച്ചോളം കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിന് 1 കപ്പ് മണിച്ചോളം തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകിയെടുത്ത് വയ്ക്കണം. 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കണം. 1 തക്കാളി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കണം. 1 സവാള ചെറുതായിട്ട് കൊത്തിയരിയണം. 1 കപ്പ് തേങ്ങ വേണം. പച്ചമുളക്, ശകലം കപ്പലണ്ടി, ഡ്രൈ ഗ്രേപ്സ്, 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ്. ഈ മണിച്ചോളം നമുക്ക് 1 ഗ്ലാസ് മണിച്ചോളത്തിന് 4 ഗ്ലാസ് വെള്ളം ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്തെടുക്കണം. ഇതുപോലെ ആയിരിക്കണം കേട്ടോ, നന്നായിട്ട് വേകണം. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. 5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായതിന് ശേഷം 1/4 ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു 1/2 സ്പൂൺ നെയ്യ് കൂടെ നമുക്ക് ചേർക്കാം. ഇതിലേക്ക് ആദ്യം ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റണം. ഇതിലേക്ക് കപ്പലണ്ടിയും ഡ്രൈ ഗ്രേപ്സും കൂടെ നമുക്ക് ചേർക്കാം. അതും കൂടെ നന്നായിട്ട് വഴറ്റണം. ഇതിലേക്ക് സവാള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടെ നമുക്ക് ചേർക്കാം. ഇതുകൂടെ നമുക്ക് നന്നായിട്ട് വഴറ്റാം. അടുത്ത് തക്കാളി ചേർക്കണം. തക്കാളിയുടെ പച്ചമണം പോകുന്നതുവരെ നന്നായിട്ട് നമുക്ക് വഴറ്റാം. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടെ നമുക്ക് ചേർക്കാം. ഇനി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ നമുക്ക് ചേർക്കണം. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ക്യാരറ്റ് നന്നായിട്ട് വെന്തോട്ടെ. ക്യാരറ്റ് വെന്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മണിച്ചോളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും തേങ്ങയും കൂടെ ചേർത്ത് ഇത് എല്ലാം കൂടെ നന്നായി നമുക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ മണിച്ചോളം ഉപ്പുമാവ് തയ്യാറായി. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.